നോക്കൂ ഗൈസ്, കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ. ഇതാണ് റിയൽ ബ്യൂട്ടി ഓഫ് പ്രകൃതി. പ്രകൃതിയുടെ റിയൽ ബ്യൂട്ടിയാണ് ഈ കാണുന്നത്. കാര്യത്തിൽ ഫാസിലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. ഇതൊരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഉളയപ്പ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കാണാൻ വേണ്ടി പിന്നെ 6 മണിയാകുമ്പോൾ സൺസെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കാക്കുതിർത്ത ഏരിയയിലല്ലേ. ഗൈസ്, എനിക്ക് ഇന്നത്തെയും പോലെ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ ഒരു പാട്ട് ഓർമ്മ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പാടാം. ശ്യാമസുന്ദര ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ്. അതായത് ആലപ്പുഴ ജില്ലയിൽ ഉള്ളൊരു സ്ഥലമാണ് ഈ ചേർത്തല ഭാഗത്ത്. അതായത് ഉളവയ്പ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരിട്ടാ. നല്ല ഗ്രാമീണ ഭംഗിയോടുകൂടിയുള്ളൊരു പ്ലേസാണ് കേട്ടോ. ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസാണിത്. നല്ല അതിമനോഹരമായ പ്ലേസാണ്. എൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇതാണ് എൻട്രൻസ്. വണ്ടി പാർക്ക് ചെയ്തുവിടാം, നമ്മൾ കാണിച്ചു തരാം. ജസ്റ്റ് കായലും വരമ്പുകളും ആയിട്ടൊക്കെ ഒരു പഴയ ഗ്രാമീണ പ്രതീതി വിശേഷിപ്പിക്കുന്ന ഒരു പ്ലേസാണ് കാണുന്നത്. അതിമനോഹരമായൊരു പ്ലേസാണ്. ഇവിടെ ഒരുപാട് മറ്റേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ, സിനിമ ഷൂട്ടിംഗ് വരെ നടന്നിട്ടുണ്ട് ഈ ഏരിയയിൽ. വൈകുന്നേരം ടൈമിൽ കേട്ടോ ഇവിടെ മൊത്തം ആൾക്കാർ. ആ സ്ഥലത്തിൻ്റെ പേര് ഉളവയ്പ്പ് പൂച്ചാക്കൽ റോഡ്. പൂച്ചാക്കൽ ഏരിയ എത്തുന്നതിന് മുന്നുണ്ട് ഈ സ്ഥലം. കാണുന്ന പോലെ അതിമനോഹരമായിട്ടൊരു പ്ലേസാണ് കാണുന്നത്. സ്ഥലത്തിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞ പോലെ ഉളവയ്പ്പാണ്. ഉളവയ്പ്പ് കായൽ എന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ കാണുന്ന ബോട്ട് ഉണ്ടോ, ഇത് മറ്റേ പഞ്ചായത്തിൻ്റെ സർവീസ് ഉണ്ട്. അതായത് അപ്പുറത്തെ ഈ ജെട്ടിയിൽ നിന്ന് അപ്പുറത്തെ ജെട്ടിയിലോട്ട് പോകാനുള്ള സർവീസാണ്. അപ്പുറം കാണുന്നത് മറ്റേ കോടംതുരുത്താണ്. കോടംതുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പുറം. അപ്പുറത്തുനിന്ന് ആൾക്കാർ ഇപ്പുറത്തുനിന്ന് ആൾക്കാരെയും കൊണ്ടുപോകുന്നത് ഈ സർവീസ് വഴിയാണ്. ഈ ചേട്ടനാട്ടോ അപ്പോൾ ഈ സർവീസ് നടത്താൻ മറ്റേ പഞ്ചായത്തിൻ്റെ സ്റ്റാഫല്ലേ അവിടെ? സർക്കാരിൻ്റെ അല്ലേ? അപ്പുറത്ത് മറ്റേ കോടംതുരുത്തല്ലേ? ഇവിടുന്ന് യാത്രക്കാരൊക്കെ നേരെ അക്കരയായിട്ട് കൊണ്ടിറക്കുക. അവിടുന്ന് നേരെ കോടംതുരുത്തി പോയിട്ട് കുത്തോട്, എറണാകുളം, അരൂക്കുറ്റി, അരൂര്, തുറവൂര്, അങ്ങനെ എല്ലായിടത്തും പോകാൻ പറ്റുമല്ലോ. ആ കാണുന്നത് മറ്റേ കാക്കത്തുരുത്തുണ്ടോ? അവിടെ 10-80 വീട്ടുകാരൊക്കെ താമസിക്കുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ വെള്ളം വേണം. വള്ളത്തിലാണ് യാത്ര ചെയ്യാൻ. ഇവിടെ ഈ ടൈമിലൊന്നും ആൾക്കാരുണ്ടാവില്ലല്ലോ. വൈകുന്നേരം വൈകിട്ട് ഒരു 5 മണി കഴിയുമ്പോൾ ആൾക്കാർ ഇവിടെ സന്ദർശകരാണ്. അതിൽ ഉളയപ്പ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കാണാൻ വേണ്ടി പിന്നെ 6 മണിയാകുമ്പോൾ സൺസെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കാക്കുതിർത്ത ഏരിയയിലല്ലേ. ബോട്ട്, വള്ളം കാണാൻ പറ്റും. ഇവിടെ മറ്റേ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടോ? സ്പീഡ് ബോട്ട്? ഇവിടെ സ്പീഡ് ബോട്ടൊന്നും ഇല്ല. ഹൗസ് ബോട്ട് ഉണ്ടോ? ഹൗസ് ബോട്ട് ഉണ്ടല്ലേ? പടമാണ് ഇവിടെ. ഇവിടെ അടുത്തെന്തോ ഒരു പടം വരച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു നാടക സംവിധാനത്തിന്റെ KL ആന്റണി എന്ന് പറഞ്ഞ പുള്ളിയുടെ പടമാണ്. ഒരു പൊളിഞ്ഞൊരു കെട്ടിടമുണ്ട്. ആ ഏരിയയിലല്ലേ? അവിടെ പോകല്ലോ നടന്നു. ആ വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് റോഡ് ചെല്ലുമ്പോൾ ഈ പടിഞ്ഞാറ് സൈഡ് കാണുന്ന ഒരു കെട്ടിടം അവിടെയാണ് പടം വരുന്നത്. പിന്നെ ഇവിടെ മറ്റേ ന്യൂ ഇയറിന്റെ പരിപാടി നടക്കുന്നുള്ളേ. ഇവിടെ ന്യൂ ഇയറിന്റെ പരിപാടി നടക്കും. നല്ലൊരു ആഘോഷമായിട്ട് ഉത്സവം പോലെയാണ് പരിപാടികളൊക്കെ. പാട്ടും ഗാനമേള, പപ്പാനിയത്തിലൊക്കെ ഉണ്ടോ? പപ്പാനിയത്തിലൊക്കെ രാത്രി 12 മണിക്ക്. ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? ഒരുപാട്. നമ്മുടെ പള്ളിവിളി ജംഗ്ഷനിൽ അവിടെ ബ്ലോക്കായിരിക്കും. വണ്ടി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഉളവയ്പ്പ്. ഒരുപാട് ആൾക്കാർ പണം മൊബൈലിട്ട് കൊടുത്തിട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി. ഇവിടെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യണ്ടോ? ഫിലിം ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുറവാണ്. കല്യാണ പാർട്ടിയൊക്കെ വരുമ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന ഏരിയ ഉണ്ട്. പറഞ്ഞ ഒരു ഏതോ കാണണമെന്ന് വിചാരിച്ചു. തുറവൂര് നേരത്തെ അവിടെ ജങ്കാർ സർവീസ് ആയിരുന്നല്ലേ? അവിടെ ജങ്കാർ കടത്തൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇല്ല, പാലായി. തുറവൂർ പമ്പ റോഡ്. അതുപോലെ തന്നെ ഈ സ്ഥലം അടിപൊളി ഫേമസ് ഉണ്ടാ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഇയർ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആയിട്ട്. ഇത് അധികം ആർക്കും അറിയില്ല.
എന്നാലും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഏരിയ കേട്ടോ ഒളവയ്പ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വന്നവരെല്ലാവരും മുന്നറിയിപ്പൊക്കെ അതുപോലെ തന്നെ പാലിക്കണം കേട്ടോ. ഇവിടെ വെള്ളോടി പോവുകയൊന്നും പാടില്ലെന്നാണ് ഇവിടുത്തെ മുന്നറിയിപ്പ് ബോർഡിൽ എഴുതിയേക്കണത്. ഇതൊരു വരമ്പ് പോലത്തെ ഒരു ഏരിയ കേട്ടോ. നമ്മുടെ ആൾക്കാർ ഫിഷിങ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതാക്കാണത് കാക്കത്തുരുത്താണ്. അവിടെ 19ഓളം വീട്ടുകാർ താമസിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഈ വൈകുന്നേര ടൈമുകളിൽ മറ്റേ സൺസെറ്റ് കാണാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ കാക്കത്തുരുത്ത്. ഇപ്പോൾ ഒരു മൂടിയ കാലാവസ്ഥ ഉണ്ട്, ഒരു മഴ പെയ്യാനുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. ഒളവയ്പ് എന്ന് പറഞ്ഞ സ്ഥലം എറണാകുളത്ത് നിന്ന് വളരെ അടുത്താണ്ടോ. നമ്മൾ അരൂര് കയറി വളരെ അടുത്താണ് സ്ഥലം. അത് കാണാത്തവരൊക്കെ ഉണ്ട്, ഇവിടെ ഒന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. വൈകുന്നേര ടൈമിലാണ് ഇവിടെ ആളുകളും ആൾക്കാരും. അടിപൊളി ഏരിയ കേട്ടോ. ഫുള്ള് ഗ്രാമീണ ഭംഗിയാണ് ഇവിടെ മൊത്തം. ഇവിടെ മീൻ പിടിക്കേണ്ട ആൾക്കാരൊക്കെ നോക്കി നടക്കണോട്ടോ. ഇവിടെ വരമ്പാണ്. ടാസ്കറിന് പാലോട്ട് ആ പാലത്തിൽ റിസ്ക് ഉണ്ടോ. പുള്ളി ചെളി കൊണ്ടൊരു സഞ്ചി പോലെ ഇട്ടിട്ട് നടക്കാണ് സെറ്റപ്പ് ചെയ്തേക്കണേ. ഒരു വരമ്പോലത്തെ വഴി കണ്ടോ മൊത്തം. അടിപൊളി ഏരിയ കേട്ടോ. അവിടെ ഒരു കുറേ പായൽ പൂത്തിപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പായലിൻ്റെ പൂവൊക്കെ പൂത്തിപ്പുണ്ട്. നല്ല രസമുണ്ടോ. പക്ഷെ നിങ്ങൾക്ക് ഈ ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എത്ര മനോഹരമായ ഒരു പ്ലേസ് ആണ് ഈ ഒളവയ്പ്. അതിമനോഹരമായൊരു ഏരിയ ഉണ്ട് ഇത്. പ്രത്യേകിച്ച് ഈ ഒരു മൂടിയ കാലാവസ്ഥയും ചെറിയൊരു മറ്റേ മൂടൽമഞ്ഞിൻ്റെ ഒരു പ്രതീതിയും എല്ലാം കൂടെ ഇപ്പോൾ നല്ല രസം. ഈ വൈബാണ്. സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുള്ളൂ കേട്ടോ. ഗൈസ് നോക്കൂ, അതിമനോഹരമായൊരു ഏരിയ. ഇവിടെ മറ്റേ പായലും കാര്യങ്ങളൊക്കെ വളരെയധികമായിട്ട് പൂത്തിയേക്കണേ. നോക്കി ഫ്രെയിം നോക്കി ഗൈസ്. ഫ്രെയിം വേണ്ട ഒരു മറ്റേ ഇതാണ് എന്താ പറയുക, ഒരു കണ്ടമാണത്. ആ കണ്ടത്തിൽ നിറച്ച് പായൽ അടിഞ്ഞു കൂടിയിട്ട് പായലിലെ പൂക്കളൊക്കെ മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. നല്ല ഏരിയ കേട്ടോ. നോക്കൂ ഗൈസ്, ഇത്ര മനോഹരമായ ഏരിയ ഉള്ളത്. ഇതാണ് റിയൽ പ്രകൃതിയുടെ ഭംഗി. നോക്കൂ ഗൈസ്, കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ. ഇതാണ് റിയൽ ബ്യൂട്ടി ഓഫ് പ്രകൃതി. പ്രകൃതിയുടെ റിയൽ ബ്യൂട്ടിയാണ് ഈ കാണുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ കേട്ടോ. നോക്കൂ ഗൈസ്, എത്ര മനോഹരമാണ് ഈ ഫ്രെയിം കാണാൻ. ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണണം. ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നവർക്ക് ഇപ്പം ഇങ്ങനൊരു കാഴ്ചകൾ കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഗ്രാമ സ്ഥലങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ മൊത്തം കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട്, ഞാൻ വീണ്ടും പറയുന്നത്, മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ് ഈ ഒളവയ്പ് എന്ന് പറഞ്ഞ സ്ഥലം. എനിക്ക് എത്ര കണ്ടിട്ടും ഈ ഫ്രെയിമിൽ നിന്ന് ക്യാമറ മാറ്റാൻ തോന്നില്ല. അതിമനോഹരമായൊരു ഫ്രെയിം. ഞാൻ എന്തായാലും വന്നത് കറക്റ്റ് ടൈമിലാണ്ടാ, കറക്റ്റ് സമയത്താണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റി. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഓരോ കാഴ്ച കാണുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷം കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കണം കേട്ടോ. എൻ്റെ പായലിൻ്റെ പൂ
നമ്മൾ പായലെന്ന് പറയുമ്പോഴും പായലിന് ഇങ്ങനെയൊരു സൗന്ദര്യം ഉണ്ടെന്ന് പലർക്കും അറിയില്ല കേട്ടോ. ഈ പായലിലെ പൂക്കൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. നമുക്കിനി എന്തായാലും അവിടെ ഒരു ഏരിയ ഉണ്ട്, അതായത് ഒരു പൊളിഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ചുമരിൽ മറ്റേ മഹേഷിൻ്റെ പ്രതികാരമില്ലേ, അതിൽ മറ്റേ ഫാസിലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആ ഫോട്ടോഗ്രാഫറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഏകദേശം നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഇതിന് തൊട്ടിപ്പുറത്തായിട്ട് മറ്റേ കക്കാർച്ചി അത് എടുത്തിട്ട് മറ്റേ ഇതെന്തായില്ല, എന്താണ്, തിളപ്പിച്ചിട്ട് കക്കയുടെ തോടിയിൽ നിന്ന് എടുക്കണ ഒരു പ്രോസസ്സ് ചെയ്യണ ഒരു ഏരിയ ഇട്ടത്. അതിൻ്റെ ആൾക്ക് സെറ്റപ്പ് ആകുന്നുണ്ട്. ഈ സാധനം അതിനകത്തോട്ട് ഇട്ടിട്ട് കറക്കുമെന്ന് തോന്നുന്നു. മറ്റേ കക്ക പൊളിച്ചതിൻ്റെ തോടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഏരിയ ഒന്നും ഉണ്ടോ. നമുക്കിനി എന്തായാലും നേരത്തെ പറഞ്ഞ അപ്പുറത്തെ ആ പ്ലേസിലോട്ട് പോകാം, മറ്റേ ആ ആർട്ടിസ്റ്റ് വരച്ചേക്കണ ആ ഒരു ബിൽഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇതാണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ. ഗായ്സ്, എനിക്ക് ഇന്നത്തെ പോലെ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ ഒരു പാട്ട് ഓർമ്മ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പാടാം. ശ്യാമസുന്ദര കേരകേദാര ഭൂമി ജനജീവിത ബലധാന്യ സമ്പന്ന ഭൂമി മാനവർക്ക് സമത നൽകിയ മവലിതൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കേരകേദാര ഭൂമി. ഈ കാണുന്ന കണ്ടോ മറ്റേ ഓളോ. പിന്നെ നമ്മൾ നേരത്തെ മറ്റേ സൈഡ് എടുത്തില്ലേ, ആ സൈഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഒരു പടം വരച്ചിട്ടുണ്ട്, ആ പടം ഇതാണ്ടോ. ഈ ഒരു പൊളിഞ്ഞ് നടക്കുന്ന ബിൽഡിങ്ങിലാണ് അവിടെ മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഫാസിലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. ഇതൊരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ. ഈ ഒരു ഫ്രെയിം കേട്ടോ എന്തായാലും വരച്ച അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഈ ഫ്രെയിം നോക്കിയ ഗൈസ്. എല്ലായിടത്തും ഇങ്ങനത്തെ ഓരോ ഹിഡൻ സ്പോട്ടുകളുണ്ടാവും, നല്ല അതിമനോഹരമായിട്ടൊരു ഏരിയകളൊക്കെ ഉണ്ടാവും എല്ലായിടത്തും. കാണുന്നുണ്ട് ആ ബിൽഡിങ് തന്നെ കാണാൻ നല്ലൊരു ഭംഗി, പൊളിഞ്ഞതാണെങ്കിലും. എൻ്റെ ഈ ബാക്ക് സൈഡിലാണ് ഈ പടം വരച്ചേക്കണത്. വൈകുന്നേരം ടൈമിൽ മൊത്തം ആൾക്കാരായി ഇവിടെ. അപ്പോൾ ഇതാണ്ട് ഇവിടത്തുള്ള വ്യൂ. വേറെ കാഴ്ചകളൊന്നുമില്ല, ജസ്റ്റ് ഒരു ബിൽഡിങ്ങും ആ ഒരു പിക്ചറുമാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നമുക്കിന് നേരെ വണ്ടി എടുക്കുക. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കണാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനത് തിരിച്ച് വാഹനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. ഇത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.